സിനിമ വിവാദം ആരോപണങ്ങൾ തുടരുകയാണ്. മലയാള സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയയുടെ ഇടപെടലിനെതിരെ വെളിപ്പെടുത്തലുമായി സംവിധായികയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദ് വീണ്ടും രംഗത്ത്. സിനിമാ മേഖലയിലേക്ക് എത്തുന്ന വിദേശ നിക്ഷേപവും അവർ സിനിമയിലൂടെ നൽകാൻ ശ്രമിക്കുന്ന സന്ദേശവും ഷർഷാദ് ചൂണ്ടിക്കാട്ടുന്നു. ഇവർക്ക് രാഷ്ട്രീയ പിന്തുണ ലഭിക്കുന്നതായും ഷർഷാദ് പറയുന്നു. സുധീഷ് ഗോപാൽ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സുധീഷ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. പല നെറേറ്റീവുകൾ മലയാള സിനിമ രംഗത്ത് വരുന്നു. എന്താണ് ഷർഷാദിന് പറയാനുള്ളത്? പ്രദീപുള്ള മലയാള സിനിമയിലെ ഒരു സംവിധായകയുടെ ഭർത്താവ് കൂടിയാണ് ഷർഷാദ്. ഈ ഷർഷാദിന് സിനിമാ മേഖലയിൽ നിന്നുണ്ടായ തിരിച്ചടികളും അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ നിർമ്മാണവും മറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ ചില നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുമാണ് ഷർഷാദ് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. അത് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഷർഷാദ് നിന്ന ഒരു സമയത്ത് നേരിൽ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഷർഷാദ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ വിദേശത്ത് നിന്നുള്ള ഫണ്ടിങ്ങും അതോടൊപ്പം തന്നെ അത്തരം ഫണ്ടിങ്ങിലൂടെ സിനിമാ നിർമ്മാണത്തിൽ സിനിമാ മേഖലയിൽ വലിയ സ്വാധീനം ഒരു കൂട്ടർ നടത്തുമ്പോൾ അവർക്ക് ഇതിൻ്റെ ലാഭത്തിനേക്കാൾ ഉപരി മറ്റു ചില ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു, ആ ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നു എന്നതാണ് ഷർഷാദ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ ഫണ്ട് വരുമ്പോൾ അത്തരത്തിൽ ഫണ്ട് വരുന്നതിനും അതിൻ്റെ മറ്റ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ രാഷ്ട്രീയമായ വലിയ പിന്തുണ ലഭിക്കുന്നു. അതിൽ CPM നേതാക്കളടക്കം അതിൽ പങ്കാളികളാവുന്നു. ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി പോലീസിനെ കോടതിയോ സമീപിച്ചാൽ പോലും നീതി ലഭിക്കുന്നില്ല. ഇപ്പോൾ ഷർഷാദ് തന്നെ നൽകിയ ഒരു പരാതി ഒരു വർഷം കഴിഞ്ഞിട്ടും കോടതി പോലും അതിൻ്റെ കേസിൻ്റെ അവധികൾ മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്നതല്ലാതെ അതിൻ്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുള്ള ഒരു സമീപനവും ആ പരാതിയിന്മേൽ ഉണ്ടാകുന്നില്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇത്തരം പരാതികൾ നൽകുമ്പോൾ ഈ ഷർഷാദിനെതിരെ പോലും വലിയ രീതിയിലുള്ള ഭീഷണിയും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നു. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും നീതിയില്ല. ഇത് പാർട്ടി നേതൃത്വത്തെ പോലും അറിയിച്ചിട്ടും ഇതിലൊന്നും തന്നെ ഒരു നീതിയും ലഭിക്കുന്നില്ല. ഇത്തരത്തിൽ മട്ടാഞ്ചേരി മാഫിയ എന്ന തരത്തിൽ പറയപ്പെടുന്ന കൊച്ചിയിലെ സിനിമാ മേഖലയിൽ സ്വാധീനം ചെലുത്തുന്ന ആ കൂട്ടർക്ക് വേണ്ടി CPMൻ്റെയും പിന്തുണയിലെ രാഷ്ട്രീയമായ പിന്തുണ, അധികാരികളുടെ പിന്തുണ ലഭിക്കുന്നു എന്നതാണ് ഷർഷാദ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ രീതിയിലെല്ലാം പോകുമ്പോൾ അതിന് രാജ്യവിരുദ്ധ താല്പര്യങ്ങൾ പോലും അതിനുണ്ടോ എന്ന സംശയവും പല മേഖലയിൽ നിന്ന് ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഷർഷാദിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ വരുന്നത്. ഷർഷാദിന് ഇത് നേരിട്ട് അനുഭവിച്ചതാണ്. കിങ്ഡം സെക്യൂരിറ്റി സർവീസ് എന്ന ഒരു സ്ഥാപനത്തിൻ്റെ UK കേന്ദ്രമായി പ്രവർത്തിക്കുന്നതാണ്. അതിൻ്റെ അക്കൗണ്ട് വഴി പോലും മലയാള സിനിമയിലേക്ക് പണം വരുന്നു. അത്തരത്തിൽ പണം വരുമ്പോൾ അത് വിദേശത്തുള്ള മലയാളികൾ ഇല്ലെങ്കിൽ അത്തരത്തിൽ വിദേശ ഫണ്ടുകൾ ഈ രീതിയിലേക്ക് സിനിമാ മേഖലയിലേക്ക് ഒഴുകിയെത്തുന്നു. അതിൻ്റെ ഗൗരവം പരാതി നൽകിയിട്ട് പോലും കണക്കാക്കുന്നില്ല. അത്തരത്തിൽ പണം മുടക്കുമ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത് പ്രത്യേക ചില താല്പര്യങ്ങളാണ്. അത് ഒരു തരത്തിലും സമൂഹത്തിന് നന്മയുണ്ടാവുന്നതല്ല, മറിച്ച് സമൂഹത്തിലാകെ തന്നെ മതഭ്രാന്തും മറ്റും സൃഷ്ടിക്കുന്ന തരത്തിൽ പോലുമുള്ള ഇത്തരം താല്പര്യങ്ങൾ സിനിമാ മേഖലയിലൂടെ നടപ്പാക്കുന്നു എന്നതാണ് ഷർഷാദ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രദീപുള്ള.